ഇത് മുംബൈയിലൊരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരുപാട് കടകളുണ്ട്, ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ ഓരോ പ്രോഡക്റ്റുകൾ അവർ സെല്ല് ചെയ്യുന്നുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നു. ആ കസ്റ്റമേഴ്സ് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വിലപേശി അവർ വാങ്ങുന്നു. ഇതാണ് ഈ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഇനി ഒരുപാട് ആളുകൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് ചോദിക്കാറുണ്ട്. ഇതേപോലുള്ളൊരു മാർക്കറ്റാണ്, പക്ഷേ അത് ഓൺലൈനായിട്ടാണ് ആ മാർക്കറ്റ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കമ്പനികളുണ്ടല്ലോ. ഒരുപാട് കമ്പനി നമുക്കറിയുന്ന ഒരുപാട് കമ്പനികളുണ്ടാവും. ഇപ്പോൾ ഡാബർ എന്ന് പറയുന്ന കമ്പനി നമുക്കറിയുന്നുണ്ടാവും, റിലയൻസ്, അതുപോലെ ടാറ്റ മോട്ടോഴ്സ്, ഹ്യുണ്ടായി, മാരുതി സുസുക്കി, അങ്ങനെ ഒരുപാട് കമ്പനീസ്. ഈ കമ്പനികളുടെ ഷെയറുകളാണ് അവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കമ്പനികളുടെ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു സ്പേസിനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റിൽ, ഈ മുംബൈയിലെ ഈ മാർക്കറ്റിൽ പലവിധ കച്ചവടങ്ങളും ബിസിനസ്സുകളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത തരം ബിസിനസ്സുകൾ നടക്കുന്ന കമ്പനികളുടെ ഷെയറുകളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കപ്പെടുന്നത്. ഇനി എങ്ങനെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യേണ്ടതെന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്